ഞാൻ വേറെ ഏതെങ്കിലും കാര്യം ജെനുവിനായ ഒരു കാര്യത്തെ ഞാൻ ഒരിക്കലും പരിഹസിക്കാറില്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു നാടിനെയോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു 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 സമൂഹത്തെയോ ഞാൻ ഒരിക്കലും അധിക്ഷേപിക്കാറില്ല. നമ്മൾ സമൂഹം എന്ന നിലയിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളെ നമ്മൾ വിമർശിക്കണം. ഏറ്റവും പ്രധാനം വൃത്തിയെയും മാലിന്യ സംസ്കരണത്തെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ കേട്ടു നോക്കിക്കോളൂ. സിവിക് സെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സിവിക് സെൻസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു ബസ് കാത്ത് നിൽക്കുമ്പോൾ, ഒരു ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന ഒരു സംസ്കാരം പോലും ഇപ്പോഴും ആയിട്ടില്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് 20 വർഷം പഠിപ്പിച്ചിട്ടാണ് കുട്ടികളെ ഓരോരുത്തരും നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലേ? യൂറോപ്യൻ നാടുകളിലും 20 വർഷമൊക്കെയാണ് ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ വരെ കുട്ടികൾ പഠിക്കുന്നത്. ഈ പഠിച്ചിട്ട് ഇറങ്ങുന്നവനിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സിവിക് സെൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ് അതില്ലാതെ പോകുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കണം. അതുകൊണ്ടൊന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിൽ പൂർവികരായെന്ന് ചിന്തിച്ച് നോക്കി. ഇന്നത്തെ മോഡേൺ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരും സമൂഹത്തിൻ്റെ ചിട്ടകളനുസരിച്ചും മാന്യമായിട്ടും നല്ല മനുഷ്യരെ പോലെ വളർന്ന ചിന്തയോടുകൂടിയൊക്കെ ജീവിച്ച ആൾക്കാരല്ലേ നമ്മൾ. അപ്പം നമ്മുടെ കുട്ടികളെ, ഒരു കൊച്ചു കുട്ടിയെ നേഴ്സറി കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നതിനപ്പുറം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കണം.